ഹോർമൂസ് കടലിടുക്കിൽ നിന്ന് പുറത്തു കടക്കാൻ അനുമതി തേടിയ കപ്പലുകളിൽ 21% ഇന്ത്യയുടേത് എന്ന കണക്കുകൾ പുറത്തുവിട്ട പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി. ഇന്ത്യൻ LPG ഇറക്കുമതിയുടെ 90%, LNG ഇറക്കുമതിയുടെ 60% ഹോർമൂസ് വഴിയാണ്. ഡൽഹിയിൽ നിന്നും വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. വിഷ്ണു, 21% കപ്പലുകളും ഇന്ത്യയുടേതാണല്ലോ. ഇത് പുറത്തു കടക്കാനുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ തേടിയിട്ടുള്ളത്. വിശദവിവരങ്ങൾ എന്ത്? ഇനി ഈ കപ്പലുകൾക്ക് അനുമതി ലഭ്യമാകാതിരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ വീണ്ടും കുഴപ്പത്തിലേക്ക് പോവില്ലേ? മോത്തി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യയുടെ ജൂൺ 17 മുതൽ രാജ്യത്തേക്ക്, അതായത് ഇന്ത്യയിലേക്ക് വരാൻ അപേക്ഷിച്ച കപ്പലുകളുടെ ഒരു തോതാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി പുറത്തുവിട്ടിട്ടുള്ളത്. ഇത് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇറാൻ രൂപീകരിച്ച ഒരു സമിതിയാണ്. ഈ സമിതിയുടെ കണക്കുകൾ പ്രകാരം ജൂൺ 17 മുതൽ ഇതുവരെ അപേക്ഷ നൽകിയ കപ്പലുകളിൽ 21% പേർഷ്യൻ കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ അനുമതി തേടിയ 21% കപ്പലുകൾ ഇന്ത്യയുടേതാണ്. അതേസമയം തന്നെ പേർഷ്യൻ കടലിടുക്കിൽ നിന്ന് ഹോർമൂസ് വഴി പുറത്തേക്ക്, അതായത് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി അപേക്ഷ നൽകിയത് 19%. 200 കപ്പലുകളോളമാണ്, 200 സർവീസുകളാണ് ആകെ ഈ കാലയളവിൽ പേർഷ്യൻ കടലിടുക്കിൽ നിന്ന് ഹോർമൂസ് വഴി പുറത്തേക്കും അകത്തേക്കുമായി ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പേർഷ്യൻ കടലിടുക്കിൽ നിന്ന് ഹോർമൂസ് വഴി പുറത്തേക്ക് കടന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ളത് ചൈനയാണ്. 21% കപ്പലുകൾ ചൈനയുടേതും 20% കപ്പലുകൾ ഇന്ത്യയുടേതുമാണ്. അതേസമയം തന്നെ പേർഷ്യൻ കടലിടുക്കിലേക്ക് തിരികെ പ്രവേശിക്കാൻ വേണ്ടി അനുമതി തേടിയവയിൽ 19% മാത്രമാണ് ചൈനയുടേതായിട്ടുള്ളത്. ബാക്കി 21% ഇന്ത്യയുടേതാണ് എന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യയും ചൈനയും ഒഴികെയുള്ള മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് 29% മാത്രമേ ആകുന്നുള്ളൂ. ഈ ഏഷ്യൻ രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി ലോകത്തെ മറ്റ് രാജ്യങ്ങളെ കണക്കെടുക്കുകയാണെങ്കിൽ 8% കപ്പലുകൾ മാത്രമാണ് മറ്റ് ലോകരാജ്യങ്ങളിലേക്കും ഉള്ളത്. അതേസമയം തന്നെ ഈ അപേക്ഷ നൽകിയ കപ്പലുകളിൽ അധികവും എണ്ണ ടാങ്കറുകളാണ് എന്നുള്ള കണക്കുകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് LPG ഇറക്കുമതിയുടെ 90% നടക്കുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. അതോടൊപ്പം തന്നെ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകത്തിൻ്റെ ഇറക്കുമതിയും ഇന്ത്യ ആശ്രയിക്കുന്ന 60% സോഴ്സ് എന്ന് പറയുന്നത് ഈ പേർഷ്യൻ കടലിടുക്കിൽ നിന്നാണ്. എന്തായാലും ഈ കണക്കുകൾ പുറത്തു വന്നതിന് പിന്നാലെ യുദ്ധം എത്രത്തോളം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തെ, പ്രത്യേകിച്ച് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചരക്ക് നീക്കത്തെ ബാധിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. സ്വാഭാവികമായി നമുക്കറിയാം, യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് നമുക്ക് LPGക്കും അതോടൊപ്പം തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കുമെല്ലാം വലിയ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ സപ്ലൈ തന്നെ ബാധിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. എന്തുകൊണ്ടാണ് ഇത് ബാധിക്കപ്പെടുന്നത് എന്നതിന് കൂടിയുള്ള ഒരു തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകൾ. രാജ്യത്തേക്കുള്ള ചരക്ക് നീക്കത്തിൻ്റെ സിംഹഭാഗവും നടക്കുന്നത് പേർഷ്യൻ കടലിടുക്കിൽ നിന്നാണ്, ഹോർമൂസ് വഴിയാണ്. അപ്പോൾ യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായാലും അത് ഇന്ത്യയെ എത്രത്തോളം ബാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. മോത്തി. ശരി, വിഷ്ണു പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.